വളരെ നീറ്റായിട്ടൊരു പെൻസിൽ പൗച്ച് വരച്ച് നമുക്കൊന്ന് ഷെയ്ഡിങ് ചെയ്താലോ? ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്ലൈൻസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട്ലൈൻസ് വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻസ് വരയ്ക്കാനായിട്ട്. ഞാനിവിടെ ക്യാമറയിലൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിക്ക് ഔട്ട്ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻസ് വരയ്ക്കാൻ. അതുപോലെ തന്നെ അതിനകത്തുള്ള എല്ലാ മിസ്റ്റേക്കുകളും തിരുത്തിയിട്ട് വേണം നിങ്ങൾ ഷെയ്ഡിങ് ചെയ്ത് തുടങ്ങാനായിട്ട്. ഏറെക്കുറെ ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻസൊക്കെ വരച്ച് അതിൻ്റെ മിസ്റ്റേക്കൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ ഷെയ്ഡിങ് പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഷെയ്ഡിങ് ചെയ്യാനായിട്ട് ആർട്ട് ലൈൻ്റെ അൾട്രാ ഡാർക്ക് എന്ന് പറയുന്ന പെൻസിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വേറെ പെൻസിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പറും മേക്കപ്പ് ബ്രഷുമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഷെയ്ഡിങ്ങിന് വേണ്ടി ഡിഫറെൻറ്റ് പെൻസിൽസ് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഒറ്റ പെൻസിൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അതിൻ്റെ ടിപ്പിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. കാരണം വളരെ പ്രഷർ കുറച്ചാണ് ഞാനിവിടെ ഫസ്റ്റ് ലെയർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തും എടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ കൊടുക്കുന്ന പ്രഷർ വളരെ ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേപ്പർ ഡാമേജ് ആയി പോകും. അപ്പോൾ ആ പൗച്ചിൻ്റെ മുഴുവൻ ഭാഗത്തും ഞാൻ ഫസ്റ്റ് ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം സെക്കൻഡ് ലെയറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നല്ല ഡാർക്ക് ഏരിയാസിൽ ഞാൻ ഡയറക്റ്റ് തന്നെ ഡാർക്ക് കളേഴ്സ്, അതായത് പ്രഷർ കൂട്ടി തന്നെയാണ് വരച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാ ഭാഗത്തും അതേ രീതിയിൽ പ്രഷർ കൂട്ടി വരയ്ക്കാൻ പറ്റില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ ഒരു നെഗറ്റീവ് വശമെന്ന് പറയുന്നത് ഇത് വളരെ ഗ്ലേസി ടൈപ്പാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് നല്ല പ്രഷർ കൊടുത്ത് ഒരു ഡാർക്ക് ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗ്ലേസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, ലൈറ്റ് അടിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെയർ ബൈ ലെയറായിട്ട് കളറുകൾ ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയറാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയർ ചെയ്യുക എന്ന് പറയുന്നത് ആ പൗച്ചിൻ്റെ ആ ഒരു ചുളിവുകളും മടക്കുകളും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഈ രണ്ടാമത്തെ ഷെയ്ഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ പെൻസിൽ എപ്പോഴും ഷാർപ്പിൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ പെൻസിൽ നല്ല ഷാർപ്പിൻ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡിങ് ചെയ്യാൻ പറ്റൂ. സെക്കൻഡ് ലെയറിൽ ഞാൻ ആ പൗച്ചിൻ്റെ ചുളിവുകളും മടക്കുകളും ഒക്കെ അത്യാവശ്യം ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു മേക്കപ്പ് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്താണ് എടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ തേർഡ് ലെയർ അതിന് മുകളിൽ വരയ്ക്കുന്നത്. തേർഡ് ലെയർ വരയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി പ്രഷർ കൂട്ടിയിട്ടാണ് തേർഡ് ലെയർ വരച്ചെടുക്കുന്നത്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റ് ആൻഡ് ഷാഡോ. അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോർട്രേറ്റുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡ്രോയിങ്സുകളോ ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കൂ. ഇപ്പോൾ ലൈറ്റ് ആൻഡ് ഷാഡോയെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം. ഇനി അടുത്തത് അതിൻ്റെ ഷാഡോ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചാർക്കോൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ പെൻസിൽ ഷാർപ്പിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു തരിയാണോ ചാർക്കോൾ പൗഡർ എന്നത്. ശരിക്കും പറഞ്ഞാൽ അതല്ല ചാർക്കോൾ പൗഡർ. ചാർക്കോൾ പൗഡർ എന്ന് പറയുന്നത് ഇതിനേക്കാളും വളരെ സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൗഡറാണ്. അത് നമുക്ക് പെൻസിൽ രൂപത്തിലും അതുപോലെ തന്നെ സ്റ്റിക്ക് രൂപത്തിലും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് എൻ്റെ ആവശ്യാനുസരണം ഞാനത് തരികളാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൗഡറാണ് ചാർക്കോൾ പൗഡർ. അപ്പം അത്യാവശ്യം നല്ല ഡാർക്ക് ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തത്. ടിഷ്യൂ പേപ്പർ വെച്ച് അത് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്.
ഇനി അടുത്തത് അത്യാവശ്യം അതിൻ്റെ ഹൈലൈറ്റൊക്കെ ഒന്ന് മാർക്കിങ് ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. 4th ലെയർ ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രഷർ കൂട്ടിയാണ് വരച്ചത്. അതായത് എനിക്ക് കുറച്ചും കൂടെ ഡാർക്ക് കളർ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രഷർ കൂട്ടിയിട്ടാണ് ആ ഒരു 4th ലെയറും ചെയ്തെടുത്തത്. ഇനി അടുത്തത് പൗച്ചിൻ്റെ മുകൾ ഭാഗമാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളത്. ആദ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് മുകൾ ഭാഗം ഷെയ്ഡ് ചെയ്യാനും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തു. സെക്കൻഡ് ലെയർ ലൈറ്റ് ആൻഡ് ഷാഡോ ഒഴിവാക്കി ഷെയ്ഡ് ചെയ്തു. തേർഡ് ലെയർ അതിൻ്റെ ഡാർക്ക് ഏരിയ വേണ്ടെടുത്ത് നല്ല പ്രഷർ കൂട്ടി തന്നെ ഷെയ്ഡ് ചെയ്തു. അതിനുശേഷം നമുക്കതിൻ്റെ പെൻസിലുകളാണ് ഷെയ്ഡ് ചെയ്യാനുള്ളത്. പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പൗച്ചിൽ ചെയ്തിരിക്കുന്ന ഷെയ്ഡിങ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോഴും ഒന്നുകിൽ ടിഷ്യൂ പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ വൈറ്റ് പേപ്പേഴ്സോ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈ തട്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഷെയ്ഡിങ് എല്ലാം ഡാമേജ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോഴും നമ്മൾ ലൈറ്റ് ആൻഡ് ഷാഡോ മനസ്സിലാക്കിയിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഏരിയയിൽ നല്ല രീതിയിൽ പ്രഷർ കൂട്ടി തന്നെയാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 2 ലെയേഴ്സ് മാത്രമേ ഷെയ്ഡിങ് ചെയ്തിട്ടുള്ളൂ. ബ്ലെൻഡിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടനോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റമ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഓരോ പെൻസിലും അത്യാവശ്യം ഡീറ്റെയിലിംഗ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഞാനതിൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്ത് തന്നെയാണ് ഷെയ്ഡിങ് ചെയ്യുന്നത്. നമ്മൾ ഈ പെൻസിലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതൊരു ഗ്രാഫൈറ്റ് പെൻസിലായതുകൊണ്ട് തന്നെ ഇത് വളരെ ഗ്ലേസി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റിഫ്ലക്റ്റും ചെയ്യും. അപ്പോൾ ഞാൻ അത്യാവശ്യം ആ ഒരു പെൻസിൽ കാര്യങ്ങളുമൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ആ പെൻസിലിന് മുകളിലുള്ള ഇറേസറാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഈ പെൻസിലും കൂടി വരച്ച് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ പിക്ചർ അത്യാവശ്യം സെറ്റാവും. ഷെയ്ഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ ഏറെക്കുറെ നമ്മളുടെ വർക്ക് ഫിനിഷ് ആവാറായിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഹൈലൈറ്റ് ഏരിയകൾ നമുക്ക് വരയ്ക്കാനുണ്ട്. അതായത് ആ പൗച്ചിൻ്റെ സിബും കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിലിംഗ് ചെയ്ത് എടുക്കാനുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ടച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിലിംഗ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ സിബൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡാർക്കൻ ചെയ്തു. അതിനുശേഷം ഞാനൊരു ഇലക്ട്രിക് ഇറേസർ ഉപയോഗിച്ച് അതിൽ ചെറിയ ചെറിയ ഡോട്ടുകളിട്ട് ആ ഡോട്ടുകളൊന്ന് ഡീറ്റെയിലിംഗ് ചെയ്ത് എടുത്തു. അങ്ങനെയാണ് നമ്മളിവിടെ സിബുകൾ വരച്ചിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഷാഡോ മാർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ പെൻസിൽ ഇറേസർ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഉപയോഗിച്ചാണ് ഞാനിവിടെ അത്യാവശ്യം ലൈറ്റ് ആൻഡ് ഷാഡോസൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി മുകളിലുള്ള ആ പൗച്ചിൻ്റെ ആ ഒരു സിബ് കൂടി നമുക്ക് വരയ്ക്കാനുണ്ട്. അതും ഞാൻ ഈ ഇലക്ട്രിക് ഇറേസർ വെച്ച് തന്നെയാണ് വരച്ചിരിക്കുന്നത്. ആദ്യം പെൻസിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം അതിന് മുകളിൽ ഇലക്ട്രിക് ഇറേസർ വെച്ച് ചെറിയ ചെറിയ ഡോട്ടുകൾ വരച്ച് പിന്നീട് അത് പെൻസിൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഡീറ്റെയിലിംഗ് ചെയ്താണ് ആ സിബുകളൊക്കെ ഞാൻ വരച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സമയമെടുത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫൈനൽ ടച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇവിടെ ഞാൻ ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് ഇലക്ട്രിക് ഇറേസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഇറേസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫുള്ളും ഹൈലൈറ്റുകളും ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഇതിൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളും ഡ്രോയിങ് ചെയ്യാൻ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ലൈറ്റ് ആൻഡ് ഷാഡോ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വർക്കുകൾ വളരെ മനോഹരമാക്കി വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഇത് കണക്കുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.